ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടുവേർഡ്സ് എ 100-fold ഈൽഡ് എന്ന പാഠഭാഗമാണ് നോക്കുന്നത്. വെൻ വിൽ മൈ മാംഗോ ട്രീ ബിയർ മാംഗോസ് ലൈക്ക് ദാറ്റ് ബിഗ് ട്രീ? ആ വലിയ മാവിനെ പോലെ എന്നാണ് എൻ്റെ മാവിലും ധാരാളം മാങ്ങകൾ ഉണ്ടാകുക എന്ന് ആ കുട്ടി പറയുകയാണ്. ഹാവ് പേഷ്യൻസ്, യുവർ മാംഗോ ട്രീ വിൽ ഓൾസോ ഗിവ് യു ലോട്ട് ഓഫ് മാംഗോസ് വിത്തിൻ 8 to 10 years. കാത്തിരിക്കൂ, 8-10 വർഷങ്ങൾ കഴിഞ്ഞാൽ നിൻ്റെ മാവും എന്നെ പോലെ ധാരാളം മാങ്ങകൾ തരും. യു മേ ഹാവ് സീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാംഗോ ട്രീ ഇൻ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ്. നിങ്ങളുടെ വീട്ടിലും പരിസരങ്ങളിലുമായി പലതരം മാങ്ങകളില്ലേ? ആസ്ക് ദ എൽഡേഴ്സ് ഇൻ യുവർ ഹോം ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഫോർ ദ മാംഗോ സാപ്ലിംഗ് ടു ഗ്രോ ആൻഡ് പ്രൊഡ്യൂസ് മാംഗോസ്. വിത്ത് മുളച്ച് തൈകൾ വളർന്ന് മാങ്ങ ഉണ്ടാക്കാൻ ഏകദേശം എത്ര കാലം എടുക്കുമെന്ന് വീട്ടിലെ മുതിർന്നവരോട് നിങ്ങളും ചോദിച്ചു നോക്കൂ. വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻ വൈൽ പ്ലാന്റിംഗ് ആൻഡ് നറിച്ചിങ് എ മാംഗോ സാപ്ലിംഗ്? ഒരു മാവിൻ തൈ നട്ടു വളർത്തുമ്പോൾ നിങ്ങൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്? ധാരാളം മാങ്ങയുണ്ടാകണം, വേഗം കായ്ക്കണം, നല്ല മധുരമുള്ള മാങ്ങയാവണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നില്ലേ? അതെ, നമ്മൾ എന്തിനാണ് നല്ല കായ്ഫലമുള്ള ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വിത്തിനം ഉപയോഗിച്ചാണ് നമ്മൾ നടുന്നത്. ഓക്കെ, ഷുഡ് ഗെറ്റ് എ ലോട്ട് ഓഫ് മാംഗോസ്, മസ്റ്റ് സ്റ്റാർട്ട് ഈൽഡ് അറ്റ് ദ ഏർലിയസ്റ്റ്, mango should be sweet. Okay, aren't your goals the same while cultivating fruits and vegetables or cereals too? എന്താണ്, പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും എന്നിവ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഇത് തന്നെയല്ലേ? നല്ല ഫലം ഉണ്ടാകണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. Should yield quickly, must yield plenty, yield should have good quality. What things are to be taken care of to achieve this? Discuss with your friends and write in your science diary. ഇതിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതൂ എന്നാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? എന്താണ്? ഗുഡ് സീഡ്, പ്രൊവൈഡ് സൺലൈറ്റ്, പ്രൊവൈഡ് മാനുവർ, പ്രൊവൈഡ് വാട്ടർ. ഓക്കെ, ഇനി സീഡ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ. വിത്തുകളും നടിയിൽ വസ്തുക്കളും. ഹാവൻറ്റ് യു ഹിയർഡ് ദ പ്രോവർബ് വിത്ത് ഗുണം 10 ഗുണം? വാട്ട് ഡസ് ഇറ്റ് മീൻസ്? എന്ന വിത്ത് ഗുണം 10 ഗുണം എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ചിത്രം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത്. പ്ലാന്റ്, ഫ്രൂട്ട്, സീഡ്സ്. വേർ ആർ സീഡ്സ് ഫോംഡ്? എവിടുന്നാണ് വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത്? എന്താണ്? വാട്ട് അബൌട്ട് ഫ്രൂട്ട്? ഫലം ഉണ്ടാകുന്നതോ? വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്? എന്താണ്? മികച്ച വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ഘടകങ്ങൾ നിങ്ങൾ പരിഗണിക്കണം? എന്തൊക്കെ? പ്ലാന്റ് വിത്ത് ഹൈ ഈൽഡ്, സീഡ് മസ്റ്റ് ബി കളക്റ്റഡ് ഫ്രം ഫ്രൂട്ട് ദാറ്റ് ഫ്രം ഇൻ മിഡ് സ്പാൻ. ഡിസീസസ് ഫ്രീ പ്ലാന്റ്. എന്താണ്? അസുഖങ്ങളൊന്നുമില്ലാത്ത ചെടിയിൽ നിന്നുള്ള വിത്തുകളായിരിക്കണം നമ്മൾ ശേഖരിക്കേണ്ടത്. പ്ലാന്റ് വിത്ത് ഹൈ ഹീൽഡ് എന്ന് പറയുകയാണെങ്കിൽ കായ്ഫലം കൂടുതലുള്ള വിത്തായിരിക്കണം നമ്മൾ ശേഖരിക്കേണ്ടത്. പിന്നെ മധ്യകാലത്ത് ഉണ്ടാകുന്ന മൂപ്പ് എത്തിയതാണ് വിത്തിനത്തിനായിട്ട് ഉപയോഗിക്കേണ്ടത്. Look at these plant. Which of these plant would you choose to collect the seed from? Why? ഇവിടെ കൊടുത്തിരിക്കുന്ന ചെടിയിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക വിത്തിനായിട്ട്? യു നോ ദാറ്റ് എ സിംഗിൾ പ്ലാന്റ് ക്യാൻ പ്രൊഡ്യൂസ് മെനി ഫ്രൂട്ട്സ് ഫ്രം വിച്ച് ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് ഷുഡ് ബി കളക്ടിങ് ടു ഗെറ്റ് എ ഗുഡ് സീഡ്. ആർ ദ ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേജ് ഓഫ് ദി ലൈഫ് സ്പാൻ ഓഫ് plant ideal for seed collection? Seeds should be collected from the repentant fruits produced during the middle of the plant's lifespan. Plant like ladyfinger and pea contain numerous seeds in single fruit. Can all these seeds to be used for the production of the seedling? Can we select the best seed from them? Take a few pea seeds, select the best seed from them based on the following factors: shape, weight, size, seed coat. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്?
എന്താണ് വിത്ത് ശേഖരിക്കുമ്പോൾ ഇവയിൽ ഏത് ചെടിയാണ് നിങ്ങൾ എടുക്കുക, ആ ചിത്രത്തിലെ 2 ചെടിയിൽ ഏത് ചെടിയാണ് നിങ്ങൾ എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ ചെടി എടുക്കുന്നത് നിങ്ങൾ പറയണം. ഒരു ചെടിയിൽ തന്നെ ധാരാളം ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏത് കാലത്തുണ്ടാകുന്ന ഫലമാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടതെന്നും ആദ്യമുണ്ടാകുന്ന ഫലങ്ങളിൽ നിന്നും അവസാനം ഉണ്ടാകുന്ന ഫലങ്ങളിൽ നിന്നാണോ വിത്ത് ശേഖരിക്കേണ്ടതെന്നും അനുയോജ്യമാണോ എന്നും നിങ്ങൾ നോക്കണം. കാര്യം ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്ന് വിത്തെടുക്കേണ്ടത് വെണ്ട, പയർ തുടങ്ങിയവയിൽ നിന്നാണ്. എന്താണ്, വെണ്ടയിലും പയറിലൊക്കെ ഒരു വിത്ത് മാത്രമാണോ ഉണ്ടാവുക? അല്ല, ഒരുപാട് വിത്തുകളുണ്ടാവും അല്ലേ? അപ്പം അതിൽ നിന്ന് ഏത് വിത്താണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ആകൃതി, വലുപ്പം, ഭാരം, അതിൻ്റെ പുറന്തോട്. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അനുയോജ്യമായ കോളങ്ങളിൽ നിന്ന് ടിക്ക് അടയാളപ്പെടുത്തൂ എന്നാണ് പറഞ്ഞത്. പ്ലാന്റ് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ. എന്തൊക്കെയാണ് സീഡ് കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഹൈ ഈൽഡ് അല്ലേ, കൂടുതൽ കായ്ഫലം ലഭിക്കണം. പിന്നെ ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം. പിന്നെ ഫ്രൂട്ട് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ. സീഡ് കളക്ഷൻ എന്താ നമ്മൾ നോക്കേണ്ടത്? എന്താണ്? ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് ദി പ്ലാന്റ് ലൈഫ് സ്പാൻ. ഓക്കെ, ഫുള്ളി റിപ്പൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, പിന്നെ സീഡ് സെലക്റ്റഡ് ഏത് സീഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആയിരിക്കണം സീഡിന് അല്ലേ. പിന്നെ എന്തായിരിക്കണം? ഹാവ് നോർമൽ വെയിറ്റ് ആയിരിക്കണം. ഓക്കെ, നോർമൽ സൈസ് ആയിരിക്കണം. ഇതെല്ലാം നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ല ഗുണമേന്മയുള്ള ഒരു തൈ നട്ട് വളർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് ധാരാളം ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗുഡ് ക്വാളിറ്റി സീഡ് ഷുഡ് ബി സെലക്റ്റഡ് ഫോർ ബെറ്റർ ഈൽഡ്. ഓക്കെ, ഫോർ